Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ETF പരിചയപ്പെടാം. നമുക്കൊരു ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ETF വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാരണം അപ്പോൾ നല്ലൊരു വാല്യുവേഷനിലാണെങ്കിലും ഈ എല്ലാ കമ്പനികളും നമുക്ക് നല്ല വാല്യുവേഷൻ കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ETF എടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് തന്നെ IT ETF ആണ്. ITBs എന്ന് പറഞ്ഞൊരു ETF ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ ITയിലെ എല്ലാ കമ്പനികളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ ഓരോരോ സ്റ്റോക്കുകളുടെ പ്രൈസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പകരമാണ് നമ്മൾ ഈ ETF സെലക്ട് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ പ്രമുഖ എല്ലാ IT കമ്പനികളും ഈ ഒരു ETF ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ETF ചെയ്യുന്നത്. അപ്പോൾ ITBs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ITBസിൻ്റെ ചാർട്ടിലോട്ട് പോയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഞാനൊരു ഡെമോ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് IT സ്റ്റോക്കുകളുടെ ഒരു വാല്യുവേഷനൊക്കെ നമുക്കൊന്ന് ഈ സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി IT എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്, ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. ഇപ്പോൾ വീക്ക്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നത് 39.28 എന്ന റേഞ്ചിലാണ്. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് അടുത്ത് നിൽക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ, അതായത് 39.80 തന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു ETF താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ 37 നമ്മൾ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ 34 റേഞ്ചിൽ വീണ്ടും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതിനുശേഷം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഞാൻ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കറക്റ്റായിട്ട് അത് ഒരു എക്സൽ ഷീറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് തവണ ആ റേഞ്ച് സപ്പോർട്ട് എടുത്തിട്ട് കയറിയൊരു ETF ആണ്. അതുപോലെ ഇപ്പോൾ നോക്കിയാൽ ഒരു ബ്രേക്കൗട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ETF ആണ്. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി ഇതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് ആഡ് ചെയ്യാം. അതല്ല താഴത്തോട്ട് വന്നിട്ടില്ല മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രേക്കൗട്ട് റേഞ്ചുകളിലൊക്കെ വീണ്ടും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് പോകുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ട്. ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു എക്സൽ ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് നെയിം അല്ല, ഒരു ITBs ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 39.30 ഇപ്പോഴുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് ആഡ് ചെയ്യാം. വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ 37 വീണ്ടും ആഡ് ചെയ്യാം. വീണ്ടും 34 വരികയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഈ 3 റേഞ്ചും ആക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 രൂപയായിരിക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ 33 വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് വരുന്നത് 10% ആണ്. ഉദാഹരണത്തിന് നമ്മളൊരു 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 3084 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്ന റിസ്ക്. അതുപോലെ റിവാർഡായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 20% എബോ നമുക്കിതിലേക്ക് റിവാർഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അറിയാതെ ആളുകൾക്കൊക്കെ ചെയ്യാം. അതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഈ ഒരു ചാർട്ടൊക്കെ ഉപകരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വാല്യുവേഷൻ പാർട്ടിലോട്ട് പോവാം. നമുക്കിപ്പോൾ മെയിനായിട്ട് വാല്യുവേഷൻ നോക്കണമെങ്കിൽ TCS എടുക്കാം. TCS ഓക്കെ, TCS ആണ്. അപ്പോൾ ഇതിലുള്ള നല്ലൊരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി, മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് PE നോക്കുകയാണെങ്കിൽ 22 ആണ്. വളരെ നല്ലൊരു വാല്യുവേഷനാണ് കിട്ടുന്നത്. ROC ROE ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ വാല്യുവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ നമുക്ക് PE റേഷ്യോ നമുക്ക് ഹിസ്റ്റോറിക്കൽ വെച്ചിട്ട് നോക്കാം. അതിൻ്റെ ഈ പ്രൈസ് എന്നുണ്ടാവും, അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ PE റേഷ്യോ എന്നുണ്ടാവും. ഇത് നമ്മൾ 5 വർഷത്തിന് കൊടുത്താൽ നമ്മളത് മാക്സിമം ഇടുക. മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ PE റേഷ്യോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 40ന് മുകളിൽ പോയതാണ്. ഇപ്പോൾ ഇതിൻ്റെ മീഡിയം PE എന്ന് പറഞ്ഞാൽ 24.1 ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മീഡിയം PEനേക്കാളും താഴെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ നല്ല ഒരു വാല്യുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് IT സ്റ്റോക്കുകളിൽ ഇതും ആ ഒരു നമ്മൾ പറഞ്ഞ ETF ഉൾപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എടുക്കാം, ഇൻഫോസിസ് എടുക്കാം. ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ PE റേഷ്യോയിലോട്ട് പോവാം. ഓക്കെ, ഇതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PE എടുക്കുക, മാക്സിമം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വരുന്നത് മീഡിയം അടി നോക്കിക്കഴിഞ്ഞാൽ മീഡിയം PE എന്ന് കാണുന്നുണ്ടാവും 21.2
0 എന്ന് പറഞ്ഞ് 21.0 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പി വരുന്നത് ഏകദേശം ആ 22.5 ഏകദേശം അതിൻ്റെ അടുത്താണ്. കാരണം അതിൻ്റെ നല്ലൊരു വാല്യുവേഷൻ എന്നാണ് കാണിക്കുന്നത്. ആ റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫോസിസ് ആണെങ്കിലും അതുപോലുള്ള ഒരു നല്ലൊരു വാല്യുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ETF തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് IT സ്റ്റോക്കുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പിയർ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ TCS ഇൻഫോസാർ ചെക്ക് ചെയ്തു. നമുക്ക് HCL ടെക്നോളജി നോക്കാം. ഇതിൻ്റെ PE റേഷ്യോ വരുന്ന 24 അപ്പോൾ നമുക്കിതിൻ്റെ ഹിസ്റ്റോറിക്കൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എടുത്തിട്ട് നമുക്ക് PE റേഷ്യോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ PE റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ 18.2 പക്ഷേ ഇതിന് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ പി ഏകദേശം 35 വരെ പോയതാണ്. ആ 35 വരെ പോയതാണ് ഇപ്പോൾ ഏകദേശം 24 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെയാണ് വിപ്രോ എന്നുള്ള ഒരു സ്റ്റോക്ക്. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ PE റേഷ്യോ നമുക്ക് നോക്കാം. മാക്സിമം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 18.4 ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ PE നിൽക്കുന്നത് അല്ലേ. 18.9 വളരെ നല്ല വാല്യുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. L&T Mindtree എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഇതിൻ്റെ PE റേഷ്യോ നമുക്ക് 33 ഇതിൻ്റെ റേഷ്യോ കുറച്ച് കൂടുതലാണ് നമുക്ക് നോക്കുമ്പോൾ. പക്ഷെ ഇതിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 27.2 പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു വ്യത്യാസമാണ് വന്നിട്ടുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 60 മുകളിൽ പോയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ 60 അതിൻ്റെ പകുതി വരെ അടക്കം പകുതിനേക്കാൾ താഴെ ഇപ്പോൾ PE-യിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു എന്താ പറയുക വാല്യുവേഷൻ നമുക്ക് പറയാൻ പറ്റും. വീണ്ടും നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് മഹേന്ദ്ര ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി. കാരണം ഈ ഒരു സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു ETF ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന 17.2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ PE നോക്കിക്കഴിഞ്ഞാൽ 31. ഇതിൻ്റെ PE റേഷ്യോ കുറച്ച് കൂടുതലുണ്ട് ടെക് മഹേന്ദ്രയുടെ. ബാക്കി എല്ലാം നോക്കുമ്പോൾ ഏകദേശം ഇതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം കൂടിയിട്ട് ഒരുവിധം എല്ലാ IT സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അങ്ങനെ ETF തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിലും നല്ലൊരു ചാർട്ടാണ്. കണ്ട 1800 വരെ പോയ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഒരു 1400 ആ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൈസിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വേണമെങ്കിൽ ഒന്നും കൂടി ഈ ഒരു ചാർട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നാളെ നമുക്ക് കുറച്ച് സ്വിങ്ങിനുള്ള സ്റ്റോക്കുകളുടെ ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്